ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓൾറെഡി നമ്മൾ ബിഷപ്പിന്റെ കണ്ടന്റ് ഇന്നലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സുധിയുടെ ആത്മാവ് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് വന്നിട്ട് ബിഷപ്പിനെതിരെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം എന്താണ് ഈ ആത്മാവിന് പറയാനുള്ളത് അതൊന്ന് കണ്ടിട്ട് വരാം. ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കിച്ചുവിന്റെ പിറകെ എന്തിനാ പോകുന്നേ? കിച്ചുവിന്റെ പിറകെ ബിഷപ്പ് എന്തിനാ പോകുന്നേ? I want to get that answer. Why are you doing that? That you don't deserve to be bishop anymore. Never. God will be there with you. Never. You're giving pain for the souls. കിച്ചുവിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും what is going to happen for you all. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. just only and only one chance from God. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. You have to speak everything what you know, what is happening in Dubai, what you know about എല്ലാ കാര്യങ്ങളും റീനുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? വീഡിയോ കണ്ടല്ലോ ഗൈസ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട വ്യക്തി എന്ന് പറയുന്നത് റൂഹി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതായത് മരിച്ചുപോയ ആത്മാവ് തന്റെ ശരീരത്തിൽ വരികയും എന്താണോ കാര്യം അവർക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാല് സത്യത്തിൽ എനിക്ക് ഈ ഒരു ആത്മാവിലൊന്നും വിശ്വാസമില്ലായിരുന്നു. കൂടാതെ ഈ ഒരു പെൺകുട്ടി വന്നെന്ന് പറയുന്നത് ചുമ്മാ വെറുതെ പറയുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞ് തെളിഞ്ഞ ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുവും സ്വർണ്ണക്കടത്തും എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് തെളിവ് ദൈവം ഈ പറയുന്ന അവിടെ വെച്ചതുപോലെ കുറെ തെളിവുകൾ ഈ കുട്ടി പറഞ്ഞതുമായി റിലേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ ഈ പറയുന്ന രേണുവിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റൂഹി എന്ന് പറയുന്ന വ്യക്തി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും അതിന്റെ പല രീതിയിലുള്ള തെളിവുകളും ഈ കുട്ടിയുടെ ചാനൽ വഴി ഈ കുട്ടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. റിലേറ്റഡ് ടു കരിഷ്മയുടെ പേരും ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. റീസെന്റ് ഇപ്പോൾ ഇന്നലെ, അതായത് ഇന്ന് നൈറ്റ് ആണെന്ന് തോന്നുന്നു, വന്ന വീഡിയോയിലാണ് ബിഷപ്പിനെതിരെയുള്ള ഒരു ഭീഷണിയായിട്ട് പറയുന്നത്. കാരണം ഈ കുട്ടി തൊട്ട് മുന്നേ ഇട്ടിരുന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിയുടെ ആത്മാവ് ഇപ്പോൾ കിച്ചുവിന്റെ കൂടെയാണ്, രേണുവിന്റെ കൂടെ ഇല്ല. രേണുവിന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സുധി ഇപ്പം എന്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവം പെടാറില്ല. മീൻസ് സുധി ഇപ്പൊ എന്റെ അടുത്ത് വരാറില്ല, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണാറില്ല, എന്നോട് സംസാരിക്കാറില്ല, എനിക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടാറില്ല എന്ന് പല രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഈ ഒരു ആത്മാവ് ഈ കിച്ചുവിന്റെ കൂടെയാണെന്ന് ഓൾറെഡി ഈ കുട്ടി വന്ന് പറഞ്ഞതാണ്. അപ്പോ ഇപ്പോൾ നിലവിൽ ബിഷപ്പ് ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ കിച്ചുവിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, കിച്ചുവിനെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവൻ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അഹങ്കാരം കാണിക്കരുത്, അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള ബിഷപ്പിന്റെ സംസാരം കണ്ടിട്ടാണ് ഈ ഒരു ആത്മാവ് വീണ്ടും വന്നിട്ടുള്ളത്. പറയുന്നത് ബിഷപ്പിനെതിരെ നിങ്ങൾ ബിഷപ്പായിരിക്കാൻ ഒരു രീതിയിലും യോഗ്യത അല്ല, നിങ്ങൾ ഇത്രയും ദിവസം ആയിരുന്നു, ഇപ്പോൾ കിച്ചുവിനെതിരെ നിങ്ങൾ തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാശം കാണും, ഉടനെ ഉണ്ടാകും എന്ന് വ്യക്തമായും ശക്തമായിട്ടുമുള്ള ഒരു ഭീഷണിയാണ് ബിഷപ്പിന് കൊടുത്തിട്ടുള്ളത്. 2 ഡേയ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുമെന്നും ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇതോടെ നിങ്ങൾ കിച്ചുവിനെ വിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടുമെന്നും ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ആത്മാവ്, സുധിയുടെ ആത്മാവ് എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ കുട്ടി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, രേണു സുധി ഇനിയെങ്കിലും ഇവിടെ നിന്ന് ദുബായിൽ പോയത് എന്തിനാണെന്നും ഈ പറയുന്ന സ്വർണ്ണക്കടത്തും ഈ പറയുന്ന പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുപോയി അവിടെ ചൂഷണം ചെയ്യുന്നത്, അതായത് ഇവിടെ നിന്ന് പോകുന്ന പലരും സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന ചെറിയ ചെറിയ സെലിബ്രിറ്റികളെല്ലാം അവിടെ പോയിട്ട് അവിടുത്തെ വലിയ വലിയ സെലിബ്രിറ്റികൾക്ക് കാഴ്ച വെക്കുകയാണ് അവിടുത്തെ മെയിൻ പതിവ്. കാരണം അവിടെ പോകുന്നത് ഈ പറയുന്ന സെക്സ് റാക്കറ്റിൽ അടിമപ്പെട്ടവർ ആണ്. ഇങ്ങനെ ചുമ്മാ, കാരണം ഈ പറയുന്ന വിസ കാര്യങ്ങളെല്ലാം അവരാണ് എടുത്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ അതിൽ രേണു സുധിക്ക് പങ്കുണ്ട്, രേണു അതിൽ അകപ്പെട്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ എല്ലാ കഥയും രേണുവിന് അറിയാമെന്നും കരിഷ്മയ്ക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ അറിയാമെന്നും കരിഷ്മയാണ് ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതും എന്നും ഈ ഒരു കുട്ടി വളരെ വ്യക്തമായിട്ട് കുട്ടിയുടെ ചാനൽ വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ റിലേറ്റ് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ കുട്ടി ഒരു വ്യക്തിയുടെ ഫോട്ടോ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
ബെൻസർ എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്. അതായത് ഇവിടെ നിന്ന് കേരളത്തിലോട്ട് അങ്ങോട്ട് ആളുകളെ കടത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണ കടത്തായാലും അവിടെ നടക്കുന്ന എന്ത് വിഷയമായാലും, ഈ പറയുന്ന ലഹരി കടത്തായാലും എന്തിലായാലും ഉള്ള മെയിൻ കണ്ണി അല്ലെങ്കിൽ ഇതിനൊരു നേതാവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബെൻസർ ആണ്. ഫോട്ടോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയകളും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നിങ്ങൾക്കും അറിയാവുന്ന കേസാണ്. ഇദ്ദേഹവും രേണുവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു വീഡിയോ മെൻഷൻ ചെയ്യാം. വീഡിയോ കണ്ടല്ലോ, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണും. ഈ രേണുവിന്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു പുരുഷനും ഈ നിൽക്കുന്ന വ്യക്തിയും സെയിം ആണ്. അതായത് ഇതിന്റെ മെയിൻ കണ്ണി അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്ന വ്യക്തിയും രേണുവിന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയും സെയിം ആണ്. ഈ ദുബായിൽ ഫസ്റ്റ് ടൈം എന്തോ പോയപ്പോൾ എടുത്ത ഈ വീഡിയോ ആണ്. അപ്പൊ രേണു എങ്ങനെ അവരുടെ കയ്യിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം, അല്ലെങ്കിൽ രേണു അതിൽ പങ്കുണ്ട്, 100% ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് കിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു വ്യക്തിയുമായിട്ട്. അപ്പൊ ഈ ഒരു കാര്യം രേണു ഇപ്പോഴെങ്കിലും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ രേണുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും രേണു ഇതിന്റെ ഭവിഷ്യത്ത് നേരിടും എന്നും വളരെ വ്യക്തമായിട്ട് ഈ ഒരു കുട്ടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ കരീഷ്മയ്ക്കും പറയുന്നുണ്ട്, പല വീഡിയോസിലും വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലാസ്റ്റ് വാണിംഗ് ആയിട്ടാണ് പറയുന്നത്. കരീഷ്മയെ രേണു ഇപ്പോഴെങ്കിലും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ കുട്ടി പറയുന്നുണ്ട്. ഒന്നുമില്ലാതെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു വിശ്വാസം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇത് തന്നെ ഒരു തെളിവല്ലേ, നമ്മുടെ കൺമുന്നിൽ കാണുന്നത് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശക്തമായിട്ട് കിച്ചുവിനെ, ഞാൻ പറഞ്ഞതുപോലെ കിച്ചുവിന്റെ ഒപ്പമാണ് ഞാൻ എന്നുള്ളത് ഓൾറെഡി എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബിഷപ്പിന്റെ കാര്യം എനിക്കൊരു വീഡിയോയിൽ മൊത്തത്തിൽ ഇരുന്ന് പറഞ്ഞു തരണമെന്നുണ്ട്. കാരണം ഈ ബിഷപ്പിന് ഇപ്പൊ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കുന്നുണ്ട്. ഞാനും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനെതിരെയുള്ള ഒരു സംഭാഷണം. അപ്പൊ പല യൂട്യൂബേഴ്സും വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതും അതിനിടയിൽ വരുന്ന പല കമന്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ബിഷപ്പ് ഇപ്പോൾ നേരെ തിരിഞ്ഞു, ഇപ്പോഴല്ലേ അദ്ദേഹം ശരിക്കും വിഷപ്പാമ്പായത്, നേരത്തെ ഇങ്ങനെയല്ലല്ലോ രേണുവിനെതിരെ സംസാരിച്ചത് എന്ന് പറഞ്ഞ് പല ഓൾഡ് കട്ടിങ്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരു റിപ്ലൈ, ഈ എല്ലാവരുടെയും ചോദ്യത്തിനൊരു റിപ്ലൈ എന്ന നിലയ്ക്ക് ഞാൻ ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഉണ്ടായിരുന്നുള്ള റിപ്ലൈ, എന്തുകൊണ്ട് ബിഷപ്പ് ഇപ്പോൾ മാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മറുപടി ഞാൻ നെക്സ്റ്റ് വൈകുന്നേരം ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ മറക്കാതെ എൻ്റെ ആ ഒരു വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.